അസ്സലാമു അലൈക്കും. റംസാൻ മുബാറക്. അങ്ങനെ 6ാമത്തെ നോമ്പ് തുറയും കഴിഞ്ഞു. ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മൈസൂർ പഴം പാലിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തേക്കാണ്. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. എത്ര പെട്ടെന്നല്ലേ 6 നോമ്പ് കഴിഞ്ഞ് പോയത്. അങ്ങനെ ഇതാ പറയുമ്പോഴത്തേനും ഇപ്പോൾ നോമ്പും കഴിഞ്ഞ് പോവും. ഞാൻ ഈ രീതിയിൽ നോമ്പ് തുറ ഉണ്ടാക്കിയപ്പോൾ ചിലരൊക്കെ പറഞ്ഞു നല്ലതാണ്, പഞ്ചസാരയും എണ്ണക്കടി ഒഴിവാക്കിയാൽ നല്ലതാണ്. ചിലർ പറയും എന്തിനാ അതൊക്കെ ഒഴിവാക്കണേ, തിന്നണ സമയത്തല്ലേ തിന്നാൻ പറ്റുള്ളൂ, എന്തായാലും നമുക്ക് അസുഖങ്ങളും കാര്യം വരും, അപ്പോൾ തിന്നണ ടൈമിൽ തിന്നാൻ. അപ്പം ഞങ്ങൾക്ക് ആവശ്യമില്ലായിട്ടാണ്. സബിലും തന്നെ അവന് എണ്ണക്കടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ നോമ്പ് തുറ ഉണ്ടാക്കിയത്. നമുക്ക് ഇപ്രാവശ്യം ഈ രീതിയിലൊന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇന്നത്തെ കടി ദോശയും ചിക്കൻ കുറുമി, ഫ്രൂട്ട് സാലഡും, വെള്ളത്തിന് മിൻറ്റിൻ്റെ വെള്ളമാണ് കേട്ടോ, പിന്നെ വത്തക്കി കാരക്കി വെള്ളം.